ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ല. 20 വീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലുമായില്ല എന്നാണ് വിമർശനമുയരുന്നത്. പുനരധിവാസത്തിനായി 2,40,00,000 രൂപ KPCCക്ക് കൈമാറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാരായണൻ വിവരങ്ങളുമായിട്ട് രഘു, ഇത് ഡിവൈഎഫ്ഐ ഒക്കെ വീടുകൾ വെച്ചു നൽകി, യൂത്ത് കോൺഗ്രസിന് പറ്റിയില്ല എന്ന വിമർശനമാണ്. തുടങ്ങാൻ പോലും സാധിച്ചില്ല. അതിലുള്ള പ്രതികരണമാണ് രാഹുൽ അറിയിക്കുന്നത്. ഞങ്ങൾ പണം പിരിച്ചു, അതിന്റെ ആദ്യമായിട്ട് 84,00,000 രൂപ കൊടുത്തു എന്ന്. ഇത് എങ്ങനെയാണ് വിമർശനം ഉയരുന്നത്? ഏതെങ്കിലും താഴെ ഘടകങ്ങളുള്ള ഒരു ഉദാസീനതയാണോ ഈ പരിപാടിയെ ഇഴയിപ്പിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണം. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2,80,000 രൂപ, അതായത് 2,80,00,000 രൂപ, 8 ലക്ഷം രൂപ വെച്ച് ഒരു വീടിന് ചെലവാകുന്ന രീതിയിൽ 30 വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് 2,40,00,000 രൂപ പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ 80 ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്